വാച്ച്മാൻ ചാപ്റ്റർ 1 DC-യുടെ വളരെ അൺപോപ്പുലറായിട്ടുള്ളൊരു സൈഡാണ്, നല്ലൊരു ഫ്രാഞ്ചൈസിയാണ് ഈ ഒരു വാച്ച്മാൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു സാധനം കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര വർത്തിയായിട്ടുള്ളൊരു സൈഡാണിത്. ഒരു ലൈവ് ആക്ഷൻ സിനിമയുണ്ട്, സീരീസുണ്ട്, അനിമേറ്റഡ് സീരീസുണ്ട്. ഇന്നത്തെ പല സൂപ്പർ ഹീറോസിനെ ആൾക്കും അറിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പം സൂപ്പർമാൻ, ബാറ്റ്മാൻ ആ ഒരു സൈഡ്, ഫ്ലാഷൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ ഈ ഒരു സാധനം കുറച്ച് ഡ്രാമയാണ്, കുറച്ച് ഡാർക്കാണ്, പക്ഷേ ഭയങ്കര രസമാണ് കാണുന്നത്. ഇപ്പോൾ എത്ര ലാഗാണെന്ന് പറഞ്ഞാൽ വാച്ച്മാൻ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ആ ഒരു സ്റ്റോറിയുടെ പ്രസൻറ്റേഷൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് എങ്ങനെയാണ്. ഇപ്പം ഡോക്ടർ മാൻഹാറ്റൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ഗോഡ് ലെവൽ ക്യാരക്ടറൊക്കെയാണ്. വേറെ ഇപ്പം കൊമേഡിയനെ ഒന്നും ആർക്കും, റൊഷാക്കിനെ അറിയാമായിരിക്കും, കൊമേഡിയനെയും അല്ലെങ്കിൽ നൈറ്റ് ഔളിനെയും ഒന്നും അങ്ങനെ ആർക്കും അറിയില്ല. ഈ ഒരു സിനിമ 2 പാർട്ട് സിനിമയാണ്. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ പാർട്ട് 2025 വരും. അപ്പം ഈ ഒരു സിനിമയിൽ പറഞ്ഞത് ഈ കൊമേഡിയൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോയെ ആരോ കൊല്ലുന്നു. അപ്പോൾ അതിനുശേഷം നടക്കുന്ന സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ ഡോക്ടർ മാൻഹാട്ടനെ വേറൊരു രീതിയിൽ ഫ്രെയിം ചെയ്യുന്നു, റൊഷാക്കിനെ ഫ്രെയിം ചെയ്യുന്നു. അപ്പം ഈ റൊഷാക്ക് ആരാണ് കൊമേഡിയനെ കൊന്നതെന്ന് അന്വേഷിച്ച് പോകുന്നതാണ് ഈ സിനിമ എൻ്റയർലി കാണിക്കുന്നത്. അപ്പോൾ റൊഷാക്ക് ഭയങ്കര മോണോലോഗിക്കായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇപ്പം എങ്ങനെയാണ് ആ ഒരു എൻട്രികൾ പറഞ്ഞു പോകുന്നു. പുള്ളി മോണോലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിഷ്വൽസ് കാണിച്ചില്ലെങ്കിൽ വേറെ നമ്മൾ ഇപ്പോൾ കോമിക്കൊക്കെ നമ്മൾ വായിക്കില്ല, ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. നല്ല സ്ലോ പേസാണ്, 1.25 മണിക്കൂറും ഭയങ്കര സ്ലോ പേസിലാണ് പോകുന്നത്. ക്ലൈമാക്സിലും നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീനുകളൊന്നുമില്ല. പക്ഷേ നമ്മൾ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തൊരു സിനിമയുടെ കുറച്ച് വിഷ്വൽസിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഒരു സിനിമയുടെ ബാക്കിയാണ് അതിനകത്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ റിട്ടയറായ കുറച്ച് സൂപ്പർ ഹീറോസിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം തിരിച്ചു വരുന്നതും ആരാണ് ഇവരെയൊക്കെ ഫ്രെയിം ചെയ്യുന്നതെന്നുള്ള സാധനങ്ങളൊക്കെ അടുത്ത സിനിമയിൽ കാണിക്കും. ഡോക്ടർ മാൻഹാട്ടൻ തിരിച്ചു വരുന്നുണ്ടോ, അല്ലെങ്കിൽ റൊഷാക്ക് എങ്ങനെ ആ ഒരു ജയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടും, അങ്ങനെ കുറേ സാധനങ്ങൾ അടുത്തൊരു സിനിമയിൽ കാണിക്കും. അടുത്ത സിനിമ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വാച്ച്മാൻ അറിയാവുന്ന ആളുകൾ ഒരു ട്രൂ DC ഫാനാണെന്ന് ഞാൻ പറയും. കാരണം DC-യുടെ അൺപോപ്പുലറായിട്ടുള്ള പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, ഞാൻ വാച്ച്മാൻ കണ്ടിട്ടുള്ളതാണ്, അന്ന് റിലീസായ സമയത്താണ് കണ്ടിട്ടുള്ളതാണ്. അപ്പം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു ആ ലൈവ് ആക്ഷൻ വരെ കൊണ്ടുപോയത്. ഇങ്ങനെ സ്ലോ പേസിലാണ് കൊണ്ടുപോയത്, പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമയും ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രൂ DC ഫാനാണ്. നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആവും ഈ ഒരു സ്റ്റോറിയിൽ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയെന്നുള്ളത്.